നമസ്കാരം. ഞാൻ അമ്മാവനോട് സംസാരിച്ചു. വളരെ വലിയ മനുഷ്യൻ. എല്ലാം കമ്മീഷണറോട് പറഞ്ഞാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന് നിൽക്ക് സാർ. സാറിന് 5 പ്രതികളെ വേണമെന്നല്ലേ ഉള്ളൂ. റാംബോയ്ക്ക് പകരം ഞാൻ ആളിനെ തരാം. 1-2 പേര് വില്ലിങ്ങായി വന്നിട്ടുണ്ട്. അതിലാരെങ്കിലും അങ്ങോട്ട് സ്വീകരിച്ച് ഒപ്പം ഈ പെട്ടി അങ്ങോട്ട് വാങ്ങി എന്റെ റാംബോ എനിക്ക് ഒന്നൂരി തരണം സാർ. അയ്യോ, ഇതാര്? എന്റെ കതിരൂർ കുരുക്കളല്ലേ? വന്നാട്ടെ, എന്നാ പോയാട്ടെ. ഈ കുട്ടാന്നുള്ള വിളി കേൾക്കുന്നത് തന്നെ എനിക്ക് അലർജിയാ. സീ ഫ്രോക്കി, എന്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ what will you do? I'll shoot them, including the IPS. Okay, okay. അവളുമാരുടെ മുന്നിൽ എനിക്കൊന്ന് ജയിക്കണം. അവരുടെ കണ്ണീർ എനിക്ക് കാണണം. I want to see their tears. അതാ വരുന്നുണ്ട് മറ്റൊരു കോമഡി ക്യാരക്ടർ, എന്റെ ഫാദർ ഇൻ ലോ. ഉള്ളത് പറയാലോ, ഹാംലെസാ. മർമ്മം ഗോപാലപിള്ള. വാട്ട് മർമ്മം? ആ, his surname. What's that? ഇരട്ട പേര്. അങ്കിൾ, മീറ്റ് മൈ ഫ്രണ്ട്സ്. നിമ്മി, ഷിമ്മി, സ്വീറ്റി, ഫ്രോക്കി. നൈറ്റി വന്നില്ലേ മോളെ? അതാരാ മിസ്റ്റർ മർമ്മം? അല്ല, എല്ലാവർക്കും ഈ ഡ്രസ്സുകളുടെ പേരാ, അതുകൊണ്ട് ചോദിച്ചതാ. മൈ ഡിയറസ്റ്റ് ഫാദർ ഇൻ ലോ. യെസ്. നിന്റെ അങ്കിൾ മൂത്ത് നിൽക്കാണല്ലോടി. അങ്കിൾ ഫിറ്റ് ആണെന്നാ ഇവര് പറയുന്നത്. അങ്കിൾ, ഇതെത്രയാ? 1. ഇതെത്ര അങ്കിൾ? 3. അങ്കിളിന്റെ ബോഡിയിൽ എന്താ വൈപ്പർ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കുപ്പിയൊന്നും കൊണ്ടുവച്ചിട്ട് വരാം. വേഗം കൊണ്ട് കൊടുക്കണടി. ദേ, ആ കാന്താരികള് വരുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയാമോ? ഏതോ ചപ്പട്ട സ്കൂളിലാ പഠിക്കുന്നത്. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. മീറ്റ് മൈ സിസ്റ്റേഴ്സ് ഇൻ ലോ, സാവിത്രി ആൻഡ് സംഗീത. നമസ്തേ. ഹായ്. ഹായ്. താങ്ക് യു. ഹായ്. നൈസ് കോഫി. സാവിത്രി, ഹൗ ഡു യു മേക്ക് കോഫി? I take milk, then പിന്നൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഷുഗർ. You speak English? Oh sure. She speaks well, you know. Very fluent. Oxford accent. നന്നായിട്ട് സംസാരിക്കും. എന്ത് വേണോ ചോദിച്ചോ. Okay. I'll ask you a question. നിന്റെ അച്ഛനൊരു പട്ടി ഉണ്ടായിരുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? എങ്ങനെ പറയും? എങ്ങനെ പറയും? പറ. My father is a dog. കേട്ടില്ലേ അങ്ക്? എന്റെ അച്ഛൻ ഒരു പട്ടിയാണെന്ന്. Okay, leave it. I'll ask you another question. Come on. After marriage, some girls will love their husbands. Some others will still love their brothers. What about you, Savitri? Are you going to love your husband or brother after marriage? My brother is. വിക്കാതെങ്ങ് പറഞ്ഞു കൊടുക്കണടി. Come on, Sangeeta. ഏട്ടൻ ഞങ്ങൾക്ക്. Try to say in English. Sangeeta, start. Sangeeta, just try. Say something. Come on, please. Come on, Sangeeta. Savitri, please. Just try. Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri. Gitu, cheers. See and enjoy. Poor girls. Yay! Done. Thanks, yeah. എന്താ? എന്തിനാ കരയുന്നത്? എന്താ? നത്തിങ് സഞ്ജു. പോലീസ് കമ്മീഷണറുടെ സിസ്റ്റേഴ്സ് അല്ലേ? ഇംഗ്ലീഷ് അറിയുമെന്ന് കരുതി എന്റെ ഫ്രണ്ട്സ് ഇംഗ്ലീഷിൽ എന്തോ ചോദിച്ചു. സിമ്പിൾ ക്വസ്റ്റ്യൻസ് and they started I my you. I don't know the stupid words. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇത് പറഞ്ഞാ പോരെ? കരയാണോ വേണ്ടത്? എല്ലാവരോടും ഞങ്ങളെ കളിയാക്കിയിട്ടാ. പിന്നെ കളിയാക്കാതെ my father is a dog എന്നൊക്കെ പറഞ്ഞാ. Nowadays servants പോലും fluent ആയിട്ട് ഇംഗ്ലീഷ് പറയല്ലോ. Mr. Sanjeev, you must teach them English. Shut up, bloody. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ഹായ് യാ എന്നൊക്കെ പറഞ്ഞ് കരയിപ്പിക്കാനുള്ളത് അല്ലടി പുല്ലുകളെ ഇംഗ്ലീഷ്. അതൊരു മഹത്തായ ഭാഷയാ. ഷേക്സ്പിയറിന്റെയോ ഷെല്ലിയുടെയൊക്കെ 4 വരി കവിത നിനക്കൊക്കെ തെറ്റുകൂടാതെ പറയാൻ പറ്റുമോ? എന്തേ നാടൻ മദാമ്മമാർക്ക് നാവറങ്ങിപ്പോയോ?
ആദ്യം സ്വന്തം മാതൃഭാഷയും സംസ്കാരവും മനുഷ്യത്വം ഒക്കെ പഠിക്കണടി. DGPയുടെ മോള് കേൾക്കാൻ വേണ്ടി പറയുക, മേലിലെത്തരം വാടക മദാമ്മമാരെ വിളിച്ചു വരുത്തി എന്റെ കുട്ടികൾ ഇൻസൾട്ട് ചെയ്താലുണ്ടല്ലോ ആട്ടിച്ചില്ലാത്തന്നെ പല്ല് ഞാൻ കൊഴിക്കും. മക്കൾ വാ. സോറി ഷിമി, ഒന്നും പറയണ്ട. ഫൈൻ, വെൽ ഡൺ. നീ ഇൻവൈറ്റ് ചെയ്തിട്ടാ ഞങ്ങൾ വന്നത്. കമ്മീഷണറെക്കാളും DGPയെക്കാളും വലിയ വീട്ടിലുള്ളവരാടി ഞങ്ങള്. ഒരു കമ്മീഷണർ വരുന്നടി. പോവാൻ പറ. ഇപ്പൊ മനസ്സിലായില്ലേ മോന്റെ സംസ്കാരം? ശരിയായില്ല സഞ്ജീവ, ഒട്ടും ശരിയായില്ല. എന്റെ മരുമോളെ അവമാനിച്ചു. വലിയ വലിയ വീട്ടിലെ പിള്ളേരാ വന്നത്. അവര് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ മറുപടി പറയണം. പെങ്ങന്മാര് മോയി കാണിക്കുമ്പോ മതി മറക്കാവോ? ഇവരെന്ത് കോത്താഴത്തെ കമ്മീഷണറാ? രാത്രി എന്നില്ല പകലെന്നില്ലാതെ മോന്തിക്കൊണ്ട് ഈ കുടി ഇന്ന് അവസാനിപ്പിക്കണം. ചോദിക്കും, ഗോപാലപിള്ള ചോദിക്കും. എന്റെ മരുമകളുടെ മനസ്സ് വേദനിപ്പിച്ച കമ്മീഷണർ അല്ല ദൈവം തമ്പുരാനായാലും ചോദിക്കും. കമ്മീഷണറോട് സംസാരിക്കാൻ അല്പം കൂടെ ധൈര്യം വേണം. രണ്ടെണ്ണം കൂടെ വീശ അല്ലേ? കുപ്പിയുടെ കുപ്പിയെവിടെ? ഞാനിവിടെ കൊണ്ടുവച്ച കുപ്പി എവിടെയത്? ആരെടുത്താലും ശരി ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളാം, ഇല്ലെങ്കിൽ മർമ്മത്തിന്റെ സ്വഭാവം മാറും. ആരാ എടുത്തതെന്ന്? ആരാ എടുത്തതെന്ന് ചോദിച്ചു കേട്ടില്ലേ? ആരാന്ന്? എന്താ അങ്കിൾ? ഞാൻ ഇപ്പൊ കൊണ്ടുവച്ച കുപ്പി കാണുന്നില്ല. എനിക്ക് ഇനിയും കുടിക്കണം. കുപ്പി എവിടെ? അങ്കിൾ, കുപ്പി അവളമാരെടുത്ത് എറിഞ്ഞതാ. ആ, സാവിത്രിയും സംഗീതയും മർമ്മ ഇനിയും പൂസാന്ന് ഒന്ന് കാണുമല്ലോ എന്നും പറഞ്ഞ് എടുത്തൊരൊറ്റ ഏറ്. അത്രയ്ക്കായോ? ഞാൻ മാത്രമല്ല, അങ്കിളും അവർക്കിപ്പോ ശത്രുവാ. അധികപ്പറ്റ്. പെമ്പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. അല്പ കുടിക്കുന്ന് വെച്ച് ഫാദർ അല്ലേ, റെസ്പെക്ട് ചെയ്യണ്ടേ? എടി സാവിത്രി, സംഗീതേ, എന്റെ കുപ്പിയുടെ തെരഞ്ഞെടുപ്പ് നിഷേധി നിന്നോടാണ് ചോദിച്ചത്. എവിടെയാണ് വലിച്ചത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, സത്യം പറഞ്ഞോ. രണ്ടിനെയും കൊന്നുകളഞ്ഞാൽ ഇവിടെ വാടി. എന്റെ പെൻഷൻ കാശോടാണ് ഞാൻ കുടിക്കുന്നത്. തികയാത്തിന് മരുമകൾ തരും. ഞാൻ ഇവിടുത്തെ പട്ടിയാലോടി. എവിടെയാണ് കുപ്പി വിളിച്ചത്? എനിക്കറിയില്ല. നിനക്ക് അറിയില്ല അല്ലേ? വെറുതെ പാവങ്ങളെ തല്ലി കൊല്ലണ്ട. കുപ്പി എടുത്തെറിഞ്ഞ ഞാനാ. ഓ, പെങ്ങന്മാരെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം ഏറ്റെടുക്കുന്നു. എന്റെ മരുമോള് പറഞ്ഞല്ലോ ഇവള് പാര എടുത്തെറിഞ്ഞെന്ന്. പിള്ളേരാ കുപ്പി എടുത്തെറിയുന്നത് നീ കണ്ടോ? കണ്ടു. കണ്ടോടി? കണ്ടോന്ന് ബലപ്പിച്ച് ചോദിച്ചാ ഞാൻ കണ്ടില്ല. മാത്രമല്ല സഞ്ജു എടുത്ത് എറിയുന്നതും ഞാൻ കണ്ടു. അവളുമാർക്ക് രണ്ട് തല്ല് കിട്ടാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞത് തന്നെയാ. എന്റെ കൂട്ടുകാരികൾ ഇൻസൾട്ട് ചെയ്തില്ലേ, ഞാൻ പകരം വീട്ടിയതാ. ഇനി എന്റെ റൂട്ടും അത് തന്നെ ആയിരിക്കും. ടിറ്റ് ഫോർ ടാറ്റ്. ഞങ്ങൾക്കൊക്കെ സ്റ്റാൻഡേർഡ് ഇത്തിരി കുറവാ. മലയാള സ്കൂളിലെ പഠിപ്പേ ഉള്ളൂ. പക്ഷേ മനുഷ്യനെ സ്നേഹിക്കാൻ ഞങ്ങൾക്കറിയാം. ഇയാൾ എന്നെ തല്ലിയല്ലേ? എന്നെ തല്ലി. എന്റെ മമ്മിയും ഡാഡി എന്നെ തല്ലിയിട്ടില്ല. ആ, അതാണ് കുഴപ്പം. അന്ന് അവർ തല്ലിയിരുന്നെങ്കിലേ ഇന്ന് എനിക്കിത് വേണ്ടി വരില്ലായിരുന്നു. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. ഞാൻ DGP രാജശേഖരനാരുടെ മകളാ. അരിസ്റ്റോക്രാറ്റ്, അണ്ടർസ്റ്റാൻഡ്? തന്റെ തല്ലുകൊള്ളാൻ ഒരു തറ ടിക്കറ്റുകാരിയെ നോക്ക്. സെൽഫിഷ്നെസ്. ഭാര്യ പിണങ്ങിപ്പോയെന്നറിഞ്ഞ കമ്മീഷണർക്ക് നാണക്കേടായിരിക്കും. അനുഭവിച്ചോ? ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. അല്ല, ഞാൻ ഇവിടുന്ന് പോകുന്ന തന്നെ ഈ കുടുംബത്തിന് നല്ലത്. ഞാൻ ഇനി ഇവിടെ നിന്നാ ഈ രണ്ടെണ്ണത്തിനെയും ജീവനോടെ കുഴിച്ചു മൂടും ഞാൻ. എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? മക്കളെ തല്ലിയതുകൊണ്ടാണോ? ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ന് ആദ്യമായിട്ടല്ലേ? ക്ഷമിച്ചുകളാ പാർവതിയമ്മേ.
മക്കളെ പേടിക്കണ്ട, അച്ഛൻ തല്ലാൻ വന്നതല്ല. ആ നേരത്തെ അച്ഛന്റെ സമനില തെറ്റിപ്പോയി. അച്ഛനെ മദ്യം കീഴ്പ്പെടുത്തി കളഞ്ഞു. അച്ഛന് ദൈവം പോലും മാപ്പ് തരില്ല മക്കളെ. മഹാപാപയാണ് ഞാൻ. എന്റെ മക്കളെ തല്ലിയ ഈ കൈ എനിക്ക് വേണ്ട. എന്താ അച്ഛത്? മനുഷ്യനൊരു സൗര്യം തരില്ല. അതെ, അച്ഛനെ വീടിന്റെ സമാധാനം നശിപ്പിച്ചു. ഞാൻ കാറിലേടാ നിന്റെ ഗീതും പോയത്. അല്ല, ഇതല്ലെങ്കിൽ മറ്റൊരു കാരണം ഉണ്ടാക്കി അവള് പോവും. നമ്മുടെ കുടുംബാന്തരീക്ഷവുമായിട്ട് ഒരിക്കലും ഇണങ്ങി ചേരാൻ അവൾക്ക് കഴിയില്ല. പോട്ടെ, എന്തിനങ്ങനെ ഒരു പെണ്ണ് സ്വൈര്യം കെടുത്താൻ?